ഓം അമൃതേശ്വര്യായി നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 997 നാമമാണ് ശ്രീമത് ത്രിപുരസുന്ദരി എന്നുള്ളത്. ശ്രീയോടുകൂടിയ ശ്രീമത്തായ ത്രിപുരസുന്ദരിയാണ്, ത്രിപുരയാണ് ദേവി എന്ന്. ഇതിന് അനേകാർത്ഥമുള്ള ഒരു നാമമാണ്, വളരെ വിശദമായിട്ട് അർത്ഥം പറയാവുന്ന ഒരു നാമമാണ്. ഇതിന് വളരെ സാമാന്യമായിട്ടുള്ള അർത്ഥം, ത്രിപുരം ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദികളുടെ ശരീരങ്ങളാണ് പുരങ്ങൾ. അതിൻ്റെ സമഷ്ടി രൂപമാണ് പരമേശ്വരൻ. അദ്ദേഹമാണ് ത്രിപുരൻ എന്ന് അദ്ദേഹത്തിനെ പറയുന്നു. ത്രിപുരഹാരി, ത്രിപുരൻ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പത്നി ത്രിപുരസുന്ദരി, ത്രിപുരൻ്റെ പത്നി ത്രിപുരസുന്ദരി എന്ന് ഒരു അർത്ഥം. അതുകൂടാതെ 3 ലോകത്തിലും ഏറ്റവും സുന്ദരി, ത്രിപുരങ്ങളിലും വെച്ച് ഏറ്റവും വലിയ സുന്ദരി. ലളിത എന്ന് വെച്ചാൽ തന്നെ സുന്ദരി എന്നർത്ഥം. പിന്നെ അകാര ഉകാര മകാരങ്ങളുടെ സമഷ്ടിയാണ് ഓംകാരം. ഈ മൂന്നും കൂടിയിട്ടുള്ള സുന്ദരി. ഋഗ്യജു സാമവേദങ്ങളാണ് പ്രധാനം. ത്രയീവേദ്യം ത്രിപുരഹരമാദ്യം എന്നൊക്കെ ശിവാനന്ദ ലഹരി തുടങ്ങുന്നു. ആ 3 വേദങ്ങളുടെയും സമഷ്ടി രൂപമാണ് ദേവി. അതുപോലെ തൻ്റെ ഗുരു, അദ്ദേഹത്തിൻ്റെ ഗുരു അത് പരമഗുരു എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ഗുരു പരമേഷ്ഠി ഗുരു എന്ന് പറയും. ഇങ്ങനെ പരമ്പരയിലൂടെയാണ് നമ്മുടെ ജ്ഞാനം സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. സ്വഗുരു, പരമഗുരു, പരമേഷ്ഠി ഗുരു ഇവരുടെ സമഷ്ടി രൂപമാണ്. ഇവർ ആരും സ്വരൂപത്തിൽ ഭിന്നരല്ല, രൂപത്തിൽ ഒന്നാകണമെന്നില്ല. പക്ഷേ മാനസിക വ്യാപാരത്തിൽ അവരെല്ലാം ഒന്നാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഒന്ന്. അങ്ങനെയുള്ള 3 ഗുരു, അതിൻ്റെ രൂപം ത്രിപുരസുന്ദരി. ഗാർഹപത്യം, ആഹവനീയം, ദക്ഷിണം എന്ന് 3 അഗ്നികളുണ്ട്. ഈ 3ൻ്റെയും സ്വരൂപമാണ് ദേവി ത്രിപുരസുന്ദരി. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് 3 ശരീരങ്ങളുണ്ട്. ഈ 3ൻ്റെയും സ്വരൂപമാണ് ദേവി. അങ്ങനെ ത്രിപുരസുന്ദരി. അഗ്നികാന്ഡം, സൂര്യകാന്ഡം, സോമകാന്ഡം എന്ന് 3 കാണ്ഡങ്ങളാണ് ഉള്ളത്. അഗ്നി, സൂര്യൻ, സോമൻ ഇവർ 3 പേരാണ് ഈ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ തേജസ്സിൻ്റെ സ്രോതസ്സുകൾ. ആ 3ആയിട്ട് വിളങ്ങുന്നവൾ എന്നുള്ളതുകൊണ്ട് ത്രിപുരസുന്ദരി. ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്ന് 3 ഗ്രന്ഥിഭേദനം ചെയ്തിട്ടാണ് ഒരു സാധകൻ സാക്ഷാത്കാരം നേടുന്നത്. ഈ 3 ഗ്രന്ഥിരൂപത്തിൽ വിളങ്ങുന്നവൾ. വാഗ്ഭവകൂട്ടം, മധ്യകൂട്ടം, ശക്തികൂട്ടം എന്ന് 3 കൂട്ടങ്ങൾ ദേവിയുടെ ശ്രീ ഷോഡശാക്ഷരി മന്ത്രത്തിനുണ്ട്. ആ 3ആയിട്ട് വിളങ്ങുന്നവൾ എന്നുള്ളതുകൊണ്ട് ത്രിപുരസുന്ദരി. ഭൂമി, സ്വർഗം, പാതാളം എന്നുള്ള 3 ലോകങ്ങൾ ഏറ്റവും പ്രധാനം. അതിൻ്റെ രൂപമായിട്ട് വിളങ്ങുന്നവൾ, ഈ 3ലും വ്യാപിച്ചു നിൽക്കുന്നവൾ എന്നുള്ളതുകൊണ്ട് ത്രിപുരസുന്ദരി. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന ത്രിമൂർത്തികളുടെ രൂപത്തിൽ വിളങ്ങുന്നതുകൊണ്ട് ത്രിപുരസുന്ദരി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് ഈ സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹം, അതിനുള്ള ജ്ഞാനം, അതിനുള്ള ആ കർമ്മം ചെയ്യാനുള്ള കഴിവ് എന്നൊക്കെ കൂടിയിട്ടുള്ള 3 ശക്തികൾ ആ രൂപത്തിൽ വിളങ്ങുന്നതുകൊണ്ട് ത്രിപുരസുന്ദരി. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് 3 അവസ്ഥകൾ. ഉറക്കം, ഉണർന്നിരിക്കൽ, സ്വപ്നാവസ്ഥ ഈ 3ആയിട്ട് വിളങ്ങുന്നവൾ. അതുകൊണ്ട് ത്രിപുരസുന്ദരി. വിശ്വരൂപ, ജാഗരണി, സ്വപന്തി, തൈജസാത്മിക, സുപ്ത, പ്രജ്ഞാത്മിക എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ ഈ 3 ദേവിയാണെന്ന് വർണ്ണിക്കുന്നുണ്ട്. സത്വരജസ്തമോ ഗുണങ്ങൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ആ ത്രിഗുണാത്മികമായ ഈ പ്രകൃതി, ആ സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ത്രിപുരസുന്ദരി. ത്രിവർഗധാത്രി,
എന്ന് ധർമ്മം, അർത്ഥം, കാമം എന്നുള്ള 3 ത്രിവർഗങ്ങളെയും നൽകുന്നവൾ എന്നുള്ളതുകൊണ്ട് ത്രിപുരസുന്ദരി. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്, ധ്യാനധ്യാതൃധ്യേയം എന്നൊക്കെ പല രീതിയിൽ ഈ ത്രിപുടിയെ പറ്റിയിട്ട് പറയും. അതിനെപ്പറ്റിയിട്ടൊക്കെ വിശദമായി നമ്മൾ കേട്ടു. ആ 3 രൂപത്തിൽ വിളങ്ങുന്നതുകൊണ്ട് ത്രിപുരസുന്ദരി. താപത്രയങ്ങൾ, ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം, മനസ്സിൽ നിന്നുണ്ടാകുന്നത്, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നത്, ദൈവന്മാരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള താപത്രയങ്ങളെ നാശനം ചെയ്യുന്നതുകൊണ്ട് ത്രിപുരസുന്ദരി. ആണവമലം, കർമ്മമലം, മായാമലം എന്നുള്ള 3 മലം. പരമാത്മാവ് ചെറുതാണെന്ന് വിചാരിക്കുന്നത് ആണവം, കർമ്മം കർമ്മദോഷം കൊണ്ടുണ്ടാകുന്നത്, മായാമലം എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ടുണ്ടാകുന്നത്. ഈ 3ആയിട്ടും വിളങ്ങുന്നതുകൊണ്ട് ത്രിപുരസുന്ദരി. ഭക്തി, കർമ്മം, ജ്ഞാനം എന്നുള്ള രൂപങ്ങളിൽ വിളങ്ങുന്നതുകൊണ്ട് ത്രിപുരസുന്ദരി. ദേവിയുടെ മന്ത്രങ്ങളിൽ കാദിവിദ്യ, ഹാദിവിദ്യ, സാദിവിദ്യ എന്ന് 3 പ്രധാനപ്പെട്ട രീതികളുണ്ട്. ആ 3ആയിട്ട് വിളങ്ങുന്നതുകൊണ്ട് ത്രിപുരസുന്ദരി. സച്ചിദാനന്ദ സ്വരൂപിണി എന്ന് സത്സ്വരൂപിണിയായിട്ടും സത്യമായിട്ടും അറിവായിട്ടും ചിത്തായിട്ടും ആനന്ദമായിട്ടും വിളങ്ങുന്നതുകൊണ്ട് ത്രിപുരസുന്ദരി എന്നിങ്ങനെ ഇതിലും അനേകം 3 കാണപ്പെടുന്ന ഒരുപാട് വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതെല്ലാമായിട്ട് കാണുന്നത് ദേവിയാണ് എന്നുള്ള നാമത്തെ ഈ ശ്രീമത്ത് ത്രിപുരസുന്ദരി, ശ്രീമത്തോട് കൂടിയിട്ടുള്ള ത്രിപുരസുന്ദരിയായിട്ട് വിളങ്ങുന്നവൾ എന്നുള്ള നാമം, ഇതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം ഇതാണ്.